മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്നതിനോ അല്ലെങ്കിൽ എതിർക്കുന്നതിനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ ആണ് ഉദ്ദേശിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2006 മുതൽ ഉള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു തവണ CPM-ഉം പിന്നീട് എല്ലാ തവണയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും ആണ് ജയിച്ചിരിക്കുന്നത് എന്ന് കാണാം. എല്ലാ പ്രാവശ്യവും രണ്ടാം സ്ഥാനത്ത് BJP ആയിരുന്നു എന്നതാണ് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. അതിൽ തന്നെ 2006-ൽ 89 വോട്ടുകൾക്കും 2021-ൽ 855 വോട്ടുകൾക്കും മാത്രമാണ് BJP-യുടെ K. സുരേന്ദ്രൻ ഇവിടെ പരാജയപ്പെട്ടത്. 2019-ൽ അന്നത്തെ MLA ആയിരുന്ന PV അബ്ദുൾ റസാഖിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വേണ്ടി രവീഷ് തന്ത്രി ആണ് കളത്തിലിറങ്ങിയത്. എങ്കിലും 8000-ഓളം വോട്ടുകൾക്ക് ഇവിടെ പരാജയപ്പെട്ടു. 2011-ന് ശേഷം ഇവിടെ ഇടതുപക്ഷം ദുർബലപ്പെടുന്നതാണ് കണ്ടുവരുന്നത്. ഇതിന് ഒരു കാരണമായി കരുതാവുന്നത് BJP-യുടെ ജയം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം അവർ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ അവസാന നിമിഷം UDF-ന് വേണ്ടി വോട്ട് മറിക്കുന്ന ഒരു നയം എടുത്തു വന്നിരുന്നു. പാലക്കാട് മണ്ഡലത്തിലും ഇതുപോലെ ഇടതുപക്ഷ അനുകൂല നിഷ്പക്ഷ വോട്ടുകൾ UDF-ന് കിട്ടാറുണ്ട് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. എന്നാൽ ഈ ഒരു രീതി ഇത്തവണ ഉണ്ടാകും ഇല്ല എന്ന് തന്നെ കരുതേണ്ടി വരും. അതിലെന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയാവുന്നത് ഇത്തവണത്തെ ഇലക്ഷന്റെ പ്രവചനാതീതമായ വീറും വാശിയും തന്നെ. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല എന്ന ഒരു തിരിച്ചറിവിൽ UDF-ഉം ഏതുവിധേനയും ഭരണം കയറ്റാൻ ശ്രമിക്കുന്ന LDF-ഉം ഇരു മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം സീറ്റുകൾ പ്രവചിക്കുന്ന സർവേകളും പുറത്തു വന്നു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ UDF-ന് കിട്ടുന്നതിനേക്കാൾ BJP-ക്ക് കിട്ടുന്നതായിരിക്കും LDF-ന് ഈ ഇലക്ഷനിൽ ഗുണം ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ 70-70 എന്നൊരു സ്കോറിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് 70-68-2 ആയിരിക്കും എന്ന് LDF ചിന്തിച്ചേക്കാം. താൽക്കാലികമായ ഒരു ഗുണത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പ്രസ്ഥാനം അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യമായി പറയാവുന്നത് ഡീൽ ആരോപണമാണ്. യഥാർത്ഥമായ ഒരു ഡീൽ നിലവിലുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗുണം കൂടി BJP-ക്ക് കിട്ടിയേക്കാം. ഡീൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് മാത്രം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഒരു കാര്യമായി പറയാവുന്നത് CPM-ന്റെ താരതമ്യ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മത്സരിക്കുന്നത് മഞ്ചേശ്വരത്ത് എന്നുള്ളതാണ്. ഈ എല്ലാ ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി K. സുരേന്ദ്രൻ ജയിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ്.